വെറും 21 ദിവസം കൊണ്ട് മുടി പനങ്കൂല പോലെ വളർത്തിയെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു കാണിക്കാവോ? ഹാപ്പിയാണോ ഇതില്? പിന്നല്ലാതെ ആണല്ലേ? അതായത് വെറും 200 രൂപയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നത് അല്ലേ? പിന്നെ നമ്മൾ പല ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ട് മുടിയുടെ. പിന്നെ ഒരുപാട് ഹോസ്പിറ്റലുകൾ പോയിട്ടുണ്ട്, നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ 4 തരം പാലുകൾ ഒഴിക്കുകയാണ്. പാലൊഴിക്കോ ഈ എണ്ണക്കകത്തൊക്കെ? പശുവിൻ പാല്, തേങ്ങാപ്പാല്, എരുമപ്പാല്, ആട്ടിൻപാല്, ഇങ്ങനെ ഈ 4 പാലൊഴിക്കും. 200 രൂപ മുടക്കിയാൽ 21 ദിവസം കൊണ്ട് കഷണ്ടിയിൽ വരെ മുടി കളിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ 200 രൂപയ്ക്ക് മുടി പനങ്കല പോലെ വളർത്തി വൈറലായ ഒരു പെൺകുട്ടിയെ കാണാനാണ്. മേഡം നമസ്കാരമുണ്ട്. വെറും 21 ദിവസം കൊണ്ട് മുടി പനങ്കൂല പോലെ വളർത്തിയെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു കാണിക്കാവോ? ഇങ്ങോട്ടൊന്ന് കാണിച്ചേ നോക്കട്ടെ. കണ്ടോ, പനങ്കുല പോലെ ഇങ്ങനെ കിടക്കുകയാണ്. വെറും 21 ദിവസം കൊണ്ട് മുടി പനങ്കുല പോലെ വളർന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പം ആ ഒരു എണ്ണ ഉണ്ടാക്കുന്ന കമ്പനിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. വേറെ നമസ്കാരമുണ്ട്. നമസ്കാരം. അപ്പൊ നമ്മുടെ മോളെ മുടി ഒരു 21 ദിവസം കൊണ്ട് അടിപൊളിയായിട്ട് താണ്ട പനങ്കുല പോലെ ആക്കി കൊടുക്കുന്ന എണ്ണ ഉണ്ടാക്കുന്നത് മേഡമാണെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, കാർമാർക്കിന്റെ നീലപ്രങ്കാതി വെളിച്ചെണ്ണയാണ് നമ്മളിപ്പോ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട്. ഓ, കാർമാർക്കിന്റെ നീലപ്രങ്കാതി എണ്ണയാണ് ഇതല്ലേ? അതെ, നീലപ്രങ്കാതി വെളിച്ചെണ്ണ. അതായത് ഇതിപ്പോ നമ്മള് ഒരു 250 ലിറ്റർ വെളിച്ചെണ്ണ ഇതിനകത്ത് 250 ലിറ്റർ എണ്ണയാണ് ഇപ്പൊ നമ്മള് ഇതിൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ 250. കാരണം അത്രയും നമുക്ക് ആവശ്യക്കാരെ കണ്ട പച്ചമരുന്നുകളുണ്ടല്ലോ, അതായത് കയ്യുണ്ണി, നീലമരി, ഉഴിഞ്ഞ, ഇതെല്ലാം കൂടി നമ്മള് ജ്യൂസ് എടുക്കുകയാണ് ചെയ്യുക. അരച്ചെടുക്കുക ചെയ്യുന്നത്, ഡയറക്റ്റ് അരിഞ്ഞിടുവല്ല, അരിച്ച് ജ്യൂസ് എടുക്കുന്നു. അരച്ച് ആ ജ്യൂസാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഒഴിക്കുന്നത്. 2 ദിവസം കഴിയുമ്പോൾ ഇതൊരു 2 ദിവസം നമ്മൾ ഇത് വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ? മുഴുവൻ 2 ദിവസമല്ല, 4 ദിവസം വേണം നമുക്ക് ഇതായി വരാനായിട്ട്. 2 ദിവസം കഴിയുമ്പോൾ ഇതൊരു ചളിപ്പരുവമാവും, വെള്ളമൊക്കെ വറ്റിയ ഒരു ചളിപ്പരുവമാവും. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ 4 തരം പാലുകൾ ഒഴിക്കുകയാണ്. പാലൊഴിക്കോ ഈ എണ്ണക്കകത്തൊക്കെ? പശുവിൻ പാല്, തേങ്ങാപ്പാല്, എരുമപ്പാല്, ആട്ടിൻപാല്, ഇങ്ങനെ 4 പാലൊഴിക്കും. ഇതൊക്കെ ഉള്ളതാണോ അതോ വീഡിയോക്ക് വേണ്ടിയിട്ട് പറയുന്നത്? അല്ലല്ല, തീർച്ചയായിട്ടും നമ്മൾ ഒഴിക്കുന്നതാണ്. കാരണം ഇത് നമ്മൾ 90 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ആയുർവേദ ഫാമിലിയാണ് ഞങ്ങളുടേത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പാരമ്പര്യം സൂക്ഷിച്ചു കൊണ്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റിനെയും പുറത്തേക്ക് ഇറക്കുന്നത്.